നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമുക്കൊരു റെസ്റ്റ് നൽകി തരുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വിശ്രമം നൽകി തരുന്ന ദൈവമുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിനാധാരമായിട്ട് എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4:8 മുതൽ 13 വരെ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കും. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഭാഗങ്ങൾ ചിന്തിക്കുകയാണ്. അതിനുശേഷം സ്വസ്ഥതയിലേക്കുള്ള യാത്രയ്ക്കകത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പ്രൈസ് ഗോഡ്. ഓക്കെ, ഇപ്പോൾ ദൈവത്തിന്റെ തിരുവചനം ഇപ്രകാരം വായിച്ചത്: യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ, യോശുവയാണ് ഇസ്രായേലിന് അവകാശം വിഭാഗിച്ചു കൊടുത്തത്. ആ അവകാശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് സ്വസ്ഥമായി കാര്യങ്ങളെല്ലാം ദൈവം ചിന്തിച്ച് പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ദാവീദിലൂടെ ദൈവം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജനത്തിനൊരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ആ 8-ാമത്തെ വാക്യത്തെ പറഞ്ഞത്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. നമ്മൾ പറയും നമുക്കുള്ള സ്വസ്ഥത എന്തുവാ? നമുക്കുള്ള സ്വസ്ഥത നമ്മൾ ഒത്തിരി പല പാട്ടുകളിലൊക്കെ പാടാറുണ്ട്. നമുക്കുള്ള സ്വസ്ഥത ഒക്കെ നമുക്കൊന്ന് മരിച്ച് കർത്താവിനോട് ചേർന്ന് ഇരുന്നാൽ മതി എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പാടുന്നത്. പ്രൈസ് ഗോഡ്. പലതും അതൊരു പ്രത്യാശ കൊണ്ടൊന്നുമല്ല, പലതും നിരാശ കൊണ്ടാണ് പാടുന്നത്. പലതും പ്രത്യാശ കൊണ്ടാണെങ്കിൽ പ്രത്യാശ കൊണ്ട് പാടുന്നവരും ഉണ്ട് കേട്ടോ, പ്രത്യാശ കൊണ്ട് പറയുന്നവരും ഉണ്ട്. പക്ഷെ പലതും നിരാശ കൊണ്ടാണ്. കാരണം ഈ കർത്താവായ യേശുവിന്റെ മനോഹരത്വം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നത്തില്ല. കർത്താവിന്റെ മനോഹരത്വം നമ്മുടെ ആത്മാവിനകത്ത് അത് പൂർണ്ണമായിട്ട് അങ്ങ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി കർത്താവിന്റെ മുഖം കണ്ട് അവിടെ വസിക്കാനേ ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഈ പൗലോസ്, അത് ഞാൻ ഒരു വാക്യം കാണിച്ചേക്കാവേ. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം ഇത് 20 മുതൽ ഞാൻ വായിക്കട്ടെ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്തോ പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണം. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ജീവിച്ചിരുന്നാലും ശരി, മരിച്ചാലും ശരി, ഇത് രണ്ടും കർത്താവിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ഗോഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കലും കർത്താവിന്റെ നാമം മഹത്വപ്പെടും, ഞാൻ മരിച്ചു കഴിഞ്ഞാലും കർത്താവിന്റെ നാമം മഹത്വപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം തനിക്കൊരു നഷ്ടമായിട്ടല്ല പൗലോസ് അവിടെ പറയുന്നത്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കും, മരിക്കുകയാണെങ്കിലും മരണം കൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം തന്റെ ഹൃദയം കർത്താവിൽ അങ്ങ് ഉറച്ചു. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ, പരിജ്ഞാനത്തിൽ, ബോധത്തിൽ, അനുഭവങ്ങളിൽ തന്റെ ഹൃദയം അങ്ങ് ഉറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് പറയുകയാണ്, ഇതാണ് തന്റെ മുമ്പിലുള്ള കാര്യം. ഇനി അടുത്തത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകും. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഞാൻ ക്രിസ്തുവാണ് ഇപ്പോൾ എന്റെ ജീവൻ, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആകട്ടെ. ഇപ്പൊ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്. നമ്മൾ മലയാളത്തിൽ എങ്ങനെയാണ്? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ക്രിസ്തുവാണ് ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത്. മരണം എനിക്ക് ലാഭമാണ്. മരണം എന്ന് പറഞ്ഞ
ഈ ശാരീരിക മരണം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നഷ്ടമല്ല കേട്ടോ. നേരെ കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ അതിന്റെ ഒരു ഉറപ്പ് വരുന്നത് തന്റെ ഹൃദയത്തിനകത്ത് ശക്തമേറിയ വെളിപ്പാടുണ്ട്. താൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, കൊലോസ് ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചിട്ട്. കൊലോസ്യർ 3-ന്റെ വായിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഇത് എപ്പോഴാണ് സംഭവിച്ചത്? യേശു എനിക്ക് വേണ്ടി 2000 കൊല്ലം മുമ്പ് മരിച്ചു, അടക്കപ്പെട്ടു. പിതാവാൻ ദൈവം 3-ാം ദിവസം യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പകരം ചെയ്ത കാര്യമാണ്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായ, നമ്മുടെ പകരക്കാരനായ യേശു ക്രിസ്തുവിൽ പിതാവ് സാധിപ്പിച്ചെടുത്ത വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണത്. ആ പ്രവൃത്തിയെ നമ്മൾ വിശ്വസിച്ചു. യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത കർത്താവ് യേശു മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം എന്നെ നീതീകരിക്കാൻ, എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്ന പിതാവാൻ ദൈവത്തോട് എന്നെ ഏകീഭവിപ്പിക്കാൻ, ബന്ധം റെസ്റ്റോർ ചെയ്യുവാൻ യേശു ക്രിസ്തുവിനെ പിതാവാൻ ദൈവം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാ നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം. എന്റെ പാപം ക്ഷമിച്ച് കർത്താവ് പാപത്തിന്റെ ശിക്ഷയിൽ തന്നെ വിടുവിച്ച് എന്റെ പിതാവിനോട് എന്നെ നിരപ്പിച്ചു. യേശു ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തോട് നിരപ്പിച്ചു. പണ്ട് ഞങ്ങള് തമ്മിൽ, പിതാവും ഞാനും തമ്മിൽ പാപത്തിലൂടെ ശത്രുവായിരുന്നു. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തോട് നിരപ്പിച്ചു, ഏകീഭവിപ്പിച്ചു, സമാധാന ബന്ധം ഉണ്ടാക്കി. ഇതിന്റെ പേരാണ് നീതീകരണം. പ്രൈസ് ഗോഡ്. അതിലൂടെയാണ് നമുക്ക് ഈ ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്നത്. പിതാവിനോട് ഫെലോഷിപ്പ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള വലിയ ഫെലോഷിപ്പിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു. യേശുവിന്റെ മരണത്തിൽ വിശ്വസിച്ചു, യേശുവിന്റെ ഉയർപ്പിലും വിശ്വസിച്ചു. വിശ്വസിച്ച സെക്കൻഡിൽ നമ്മൾ അവരോടുകൂടെ ഉയർത്തു എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചവരായിരുന്ന, പാപത്തിൽ മരിച്ചവരായിരുന്ന, ആദാമിൽ മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ യേശു ഇരിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്താണ്. ആ ക്രിസ്തുവിൽ ദൈവം നമ്മളെ ആക്കി വെച്ചു. വി ആർ പ്രസന്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ഗോഡ്. ഇത് നമ്മൾ എങ്ങനെയാ പ്രാപിച്ചത്? വിശ്വാസത്താല. അതിന്റെ പ്രഖ്യാപനമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആയിരുന്നു, ഘടനയായിരുന്നു ബാപ്റ്റിസം. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങി യേശുവിനോട് കൂടെ മരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ യേശുവിനോട് കൂടെ ഉയർക്കുന്നു. അവന്റെ മരണത്തിൽ പങ്കാളിയായി, അവന്റെ ഉയർപ്പിലും നമ്മൾ പങ്കാളിയായി. പ്രൈസ് ഗോഡ്. യേശുവിനോട് കൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ദൈവത്തിൽ പറഞ്ഞ ഭാഗമുണ്ട്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായവർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നൊക്കെ പറയുന്നു. നമ്മുടെ പേര് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. നമ്മൾ സ്വർഗീയ പൗരന്മാരായി തീർന്നു. സ്വർഗീയ പൗരന്മാരായി. അതുകൊണ്ട് ഇപ്പോൾ ദൈവം നമ്മളെ നടത്തുന്നത് എങ്ങനെയാ? ആ ഉയരത്തിലുള്ള സ്വർഗീയ പിതാവിനെ കുറിച്ചും അവിടുത്തെ തേജസ്കരിക്കപ്പെട്ട പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ശുശ്രൂഷ, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ തേജസ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഓർമ്മയിൽ, ചിന്തകളിൽ യാത്ര ചെയ്യാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും, പാസ്റ്ററെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പല അനുഭവങ്ങളും ഇല്ല, ഒന്നും ഭാരപ്പെടണ്ട, കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് അതെല്ലാം നമുക്ക് നൽകി തരും. നമുക്ക് പരിജ്ഞാനം കുറവാണെങ്കിൽ ഭാരപ്പെടേണ്ട, നമുക്ക് വിശ്വാസം കുറവാണെങ്കിൽ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് വന്നിട്ടുണ്ടല്ലോ, കർത്താവുണ്ട്. അതിൽ നിന്ന് കർത്താവ് ജ്വലിപ്പിച്ച് നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിപ്പിക്കും, പരിജ്ഞാനം വർദ്ധിപ്പിക്കും, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു പറഞ്ഞതുപോലെ ഇടുമ്പോൾ ഒരു കടുകുമണിയോളമാണ് ദൈവരായതുമെന്ന് വിത്ത്. അത് വർദ്ധിച്ച് അതൊരു വിശാലമേറിയ മരമായി തീർന്ന് വളർന്ന് ഒരു വിശാലമേറിയ മരമായി തീർന്നത് പോലെ നിങ്ങളിലുള്ള ഫെയ്ത്ത് വർദ്ധിച്ച് അത് വിശാലമാകുവാൻ തക്കവടയായി തീരും. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പറഞ്ഞ അല്പമേ ശക്തിയുള്ളെങ്കിൽ നീ എന്റെ വചനം കാത്തു. ഇപ്പൊ അല്പമേ നിങ്ങൾക്ക് അറിയത്തുള്ളായിരിക്കാം, അല്പമേ നിങ്ങൾക്ക് പ്രാപ്തിയുള്ളായിരിക്കാം. ഇതിനകത്ത് ഉറച്ചു നിൽക്ക്. അടുത്ത നിലവാരത്തിലോട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ തക്കവടയായി തീരും. ഭാരപ്പെടല്, പുറകോട്ട് പോകരുത്. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളിൽ, നിങ്ങൾക്ക് കിട്ടിയ ഫെയ്ത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നു. കർത്താവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ പരിജ്ഞാനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. ദൈവം അനുവദിക്കുന്ന പക്ഷം ദൈവം നമ്മൾ അതെല്ലാം പൂർത്തീകരിപ്പാൻ തക്കവടയായിത്തീരും. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭൗമികരല്ല, നമ്മൾ സ്വർഗീയരാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്.
ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം. ഈ വചനമൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ വചനം ഇന്ന് നമ്മൾ കേൾവിയായിട്ട് കേട്ടോണ്ടിരിക്കുക. നാളെ ഇത് യഥാർത്ഥമായിട്ട് ഈ വചനത്തിന്റെ പൊരുള് തിരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ ആ വചനം എന്റേതായി കഴിഞ്ഞു. ഞാൻ ആ വചനത്തിനകത്ത് ജീവിക്കുകയാണ്. ആ വചനത്തിനകത്ത് നിന്നൊരു ജീവനും ആത്മാവും പുറപ്പെടും. അതെന്റെ പ്രാണനെ തണുപ്പിക്കും, എന്റെ ശരീരത്തെ ബലപ്പെടുത്തും, എന്റെ മനസ്സിനെ ഉറപ്പിക്കും, എന്നെ ശക്തീകരിക്കുന്നതാണ് ഈ വചനങ്ങൾ. അതുകൊണ്ട് വിശുദ്ധന്മാരെ, നിങ്ങൾ വചനം കർത്താവ് നൽകി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, അങ്ങയുടെ പുസ്തകത്തിനകത്തുള്ള വചനങ്ങൾ മുഴുവനും, ഈ 66 പുസ്തകങ്ങൾക്കകത്ത് അങ്ങയെക്കുറിച്ചും അങ്ങയുടെ പദ്ധതികളെ കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന സകല വചനങ്ങളും എന്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തി അത് ജീവനും ആത്മാവുമാക്കി തീർക്കണമേ, അത് വെളിപ്പാടാക്കി മാറ്റണമേ, ആ പരിജ്ഞാനം എനിക്ക് നൽകി തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കവടെ എത്തിയിരണം. ചുമ്മാ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക, വചനം വായിച്ചുകൊണ്ടേയിരിക്കുക. പരിശുദ്ധാത്മാവ് റൈറ്റ് സമയത്ത് ആ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ ജീവനും ആത്മാവും വെളിപ്പെടുത്തുവാൻ തക്കവടെ എത്തിയിരും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പ്രാർത്ഥനയിലാണ്. കർത്താവേ, ഈ 66 പുസ്തകങ്ങൾക്കകത്തുള്ള വചനങ്ങളെല്ലാം എന്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ച് വെളിപ്പാടാക്കി തീർത്ത് അങ്ങയുടെ ജീവനെ എനിക്ക് അനുഭവിക്കണം, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് അനുഭവിക്കണം. പ്രൈസ് ഗോഡ്. വചനങ്ങൾ നമ്മുടെ അകത്ത് വസിച്ചു കഴിയുമ്പോൾ അത് നമ്മളെ ജീവിപ്പിക്കും. അത് നമ്മളിലൂടെ അനേകർക്ക് ഫലങ്ങൾ പുറപ്പെടുവാൻ തക്കവണ്ണം. അതുകൊണ്ട് വചനം അകത്ത് പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത് പഠിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പരിശുദ്ധാത്മാവ് തന്റെ വചനങ്ങൾ ഏതാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നോ അതേ ആത്മാവ് നമുക്ക് എടുത്ത് പ്രകാശിപ്പിച്ചു തരുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വചനം പറഞ്ഞു വരുന്നത്. അല്ലാതെ കമന്ററി വെച്ച് പഠിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വചനം വായിക്കുക, പരിശുദ്ധാത്മാവ് തന്നെ തന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് അല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പൊ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ് യേശു ക്രിസ്തു. പ്രൈസ് ലോർഡ്. ഇതാണ് ഒരു മനുഷ്യന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് കൊടുക്കുന്ന എന്തെന്ന് പറയുന്നത്. അവരുടെ പിതാവിനോടുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുകയാണ് സർവശക്തനായ ദൈവം. ഇതാണ് ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യനായി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇതാണ് സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. ഇതുപോലെ ഒരു വലിയ ഗോൾ, ലക്ഷ്യം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന ഏറ്റവും വലിയ കാര്യപരിപാടി. ഈ ബോധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം. കഷ്ടതകൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഈ പ്രത്യാശയിൽ നമ്മുടെ ഹൃദയ നങ്കൂരം ഉറപ്പിക്കുവാൻ തക്കവണ്ണയായിത്തീരണം. നമ്മുടെ ആത്മാവ് ഉറപ്പിക്കുവാൻ തക്കവണ്ണയായിത്തീരണം. ഇത് നമ്മുടെ ആത്മാവിന്റെ വലിയ ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. അതുകൊണ്ട് എന്റെ വിശുദ്ധന്മാരെ, ആരും ഇടറിപ്പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, നിരാശയിലേക്ക് പോകാതെ ഈ വചനങ്ങൾ പറഞ്ഞ് അന്യോന്യം ബലപ്പെടണം. വചനം കേൾക്കാനുള്ളത് മാത്രമല്ല, വചനം പറയാനും കൂടെ വേണ്ടിയിട്ടുള്ളതാ. പ്രൈസ് ലോർഡ്. ദാവീദൊക്കെ സ്വയമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്റെ മനമേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖാപ്രകാശ രക്ഷയും എന്റെ സങ്കേതവുമാകുന്നു, എന്റെ ബലവുമാകുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് വചനം വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കപ്പെടണം. കഷ്ടങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയങ്ങളല്ല, നിരാശകളെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയങ്ങളിൽ നിരാശ വരും. പക്ഷെ എന്റെ പ്രിയരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൽ ബലപ്പെടുക, കർത്താവിൽ ശക്തിപ്പെടുക, നിരാശകളെ തള്ളിക്കളയുക, വേദനകളെ തള്ളിക്കളയുക, നിന്ദകളെ തള്ളിക്കളയുക, ഭാരങ്ങളെ തള്ളിക്കളയുക, അവിശ്വാസങ്ങളെ തള്ളിക്കളയുക. എന്നിട്ട് മുന്നോട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക, ശക്തിപ്പെട്ടോടുക. നാം വചനം കണ്ടിന്യൂസ് ആയി വിളിച്ചു പറയുമ്പോൾ എല്ലാ അവിശ്വാസങ്ങളുടെ കൂടുകളും പൊളിഞ്ഞു പോകും, അവിശ്വാസങ്ങൾ പൊളിഞ്ഞു പോകും, സംശയങ്ങൾ പൊളിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ കർത്താവിൽ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിൽ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിൽ ശക്തിയോടെ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇനി അടുത്ത വാക്യം കേട്ടോണേ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ നമ്മൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ സ്വർഗത്തിലോട്ട് നോക്കിയിരിക്കുന്നതാണോ? അല്ല, നമ്മുടെ ചിന്തകൾക്കകത്ത് ഈ ഭൗമിക ചിന്തകളൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. അതതിന്റെ അർത്ഥം.
ഭൗമികമായ ചിന്തകളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്. മക്കളെ കുറിച്ചുള്ള ചിന്ത, ഭർത്താവിനെ കുറിച്ചുള്ള ചിന്ത, ഭാര്യയെ കുറിച്ചുള്ള ചിന്ത, ജോലിയെ കുറിച്ചുള്ള ചിന്ത, ശുശ്രൂഷയെ കുറിച്ചുള്ള, ചിലർക്ക് ഭയങ്കര വ്യാധി ശുശ്രൂഷയെ കുറിച്ചുള്ള ചിന്ത. ഇതൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ വേണം കേട്ടോ, ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ ആദ്യം നമ്മുടെ ഹൃദയം ഉറക്കണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ ശുശ്രൂഷ. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറക്കണ്ടേ. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ ഉറക്കാതെ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് ഓടി നടന്നിട്ട് കാര്യമുണ്ട്? നോ. ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹൃദയം ആദ്യം ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടണം. നമ്മുടെ ചിന്തകൾ ഉറപ്പിക്കപ്പെടണം, പ്രത്യാശയിൽ ഉറപ്പിക്കപ്പെടണം. എന്നിട്ട് നമ്മൾ പോയി അനേകരുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കാൻ ഓടി നടക്കണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവേശുവിൽ ഉറപ്പിക്കപ്പെടുക. ശ്രദ്ധിച്ച പ്രിയരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തെറ്റല്ല. പക്ഷേ അതിനു മുമ്പേ നമ്മുടെ വ്യക്തിപരമായ വളർച്ചയും റെസ്റ്റും ശുദ്ധീകരണവും ഇതെല്ലാം വലിയ ഗൗരവമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കണം. ദൈവമക്കൾക്ക് ഇപ്പൊ ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ അതിൽ കുറച്ച് കാണുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ കേട്ടോ, പക്ഷവാൻ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആളാ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വ്യക്തിപരമായ ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിലാ പരാജയപ്പെട്ട് കിടക്കുന്നത് നിങ്ങളെ തന്നെ പരിശോധിക്കണം. വിശ്വാസക്കുറവുണ്ടാകാം, പ്രത്യാശക്കുറവുണ്ടാകാം, ദൈവസ്നേഹത്തിൽ കുറവുണ്ടാകാം, ക്ഷമിക്കുന്നതിൽ കുറവുണ്ടാകാം, വിട്ടുകൊടുക്കുന്നതിൽ കുറവുണ്ടാകാം. അതെല്ലാം പരിഹരിച്ച് ക്രിസ്തു നമ്മുടെ അകത്ത് ഉരുവായിത്തീരണം. ശുശ്രൂഷ ഇവിടെയേ ഉള്ളൂ. ജീവിതം നിർമ്മലീകരിക്കേണ്ടത് കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ വാഴാൻ വേണ്ടിയുള്ളതാ. ഇവിടെയുള്ളൂ അപ്പോസ്തലനും പ്രവാചകനും സുവിശേഷകനും ടീച്ചറും പാസ്റ്ററും കൃപാവര ശുശ്രൂഷകരും എല്ലാം ഇവിടെയുള്ളൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയെല്ലാം മക്കളാ. മക്കൾ അപ്പന്റെ മുഖം കാണാൻ പോവാ. അതുകൊണ്ട് അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ നിർമ്മലീകരിക്കണം. അവൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു റെസ്റ്റ് ഉണ്ട്. തികഞ്ഞ സ്നേഹത്തില പിതാവും പുത്രനും ഇരിക്കുന്നത്. ഭയപ്പെടാനൊന്നുമില്ല പുത്രന്. അതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതിന് പറഞ്ഞത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു. ആൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. മതിയാന്റി. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഭാവിയിലായി തീരുന്നല്ല പറഞ്ഞേ, ഇപ്പോൾ തന്നെ ദൈവമക്കളാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതാണ്. നമ്മൾ ദൈവമക്കളാണ്. തന്റെ വചനത്താൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മുടെ അകത്ത് പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നു. ദൈവപുത്രൻ വന്ന് നമ്മുടെ അകത്ത് വസിക്കുന്നു. പുത്രനിൽ പിതാവ് വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആ വലിയ ഫെലോഷിപ്പ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വലിയ ഫെലോഷിപ്പ് നമ്മൾ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയ കൂട്ടായ്മയിലേക്കാണ് ദൈവം ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ ഇപ്പോൾ തന്നെ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന്, നമ്മുടെ ശരീരം ഇന്ന ലെവലിലോട്ട് എത്തുമെന്ന് നാം ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുമെന്നറിയുന്നു. പ്രൈസ് ലോർഡ്. അടുത്ത വാക്യം പറയാം, അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് പെർഫെക്റ്റ് ആയിട്ട് നിർമ്മലനായിട്ടിരിക്കുക, അതിപരിശുദ്ധനായിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. കർത്താവ് വെളിപ്പെടുമ്പോൾ നമുക്കും ഇതുപോലെ വെളിപ്പെടേണ്ടതാണ്. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തിൽ നമുക്ക് വെളിപ്പെടേണ്ടതാണ്. യേശു ഇരിക്കുന്ന അതേ ബോഡിയിൽ നമുക്ക് വെളിപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു.
അപ്പൊ നമ്മുടെ ശുദ്ധീകരണത്തെ വലിയ ഗൗരവമായിട്ട് കാണണം കേട്ടോ പ്രിയരെ. നമ്മൾ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങള് ആ പാവം ചെയ്യുന്നില്ല, ഈ പാവം ചെയ്തില്ല, അങ്ങനെയൊന്നുമല്ല. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുക, മനുഷ്യരെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുക. ആ തികഞ്ഞ സ്നേഹത്തിലേക്ക് വരുമ്പോഴാ ശുദ്ധീകരണം പൂർത്തിയായി ഒരാള് വളർച്ചയിൽ എത്തിച്ചേരും. നമ്മുടെ അകത്ത് സാർദ്ധതയുണ്ടോ, ഭിന്നതയുണ്ടോ, കയ്പുണ്ടോ, വെറുപ്പുണ്ടോ, അസൂയുണ്ടോ, സംശയമുണ്ടോ, മലിനതയുണ്ടോ, ഇടുങ്ങിയ ഹൃദയമുണ്ടോ, ഒരാളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലേ? നമ്മളിപ്പോഴും പരീക്ഷന്മാരിൽ ഇതാണോ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്നും സ്നേഹത്തിൽ തികഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പറയുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹം എന്താ? സ്നേഹം വിട്ടുകൊടുക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം ചേർക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും പൊറുക്കുന്നു, സകലതും സഹിക്കുന്നു. ഇതൊക്കെയാണ് സ്നേഹം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എൻ്റെ വിശുദ്ധന്മാരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ വിട്ടുകൊടുക്കുന്ന വലിയ സ്നേഹം വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു വലിയ ശുദ്ധീകരണം ആവശ്യം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അധികമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് വീണ്ടും എന്താണ് നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ള ഭാഗം ഒന്ന് പറയാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. എന്നിട്ട് വീണ്ടും കൊലോസ് ലേഖനം 3:4, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ, 3, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ എവിടെയാ? ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ എവിടെ പ്രസന്റാ? ക്രിസ്തുവിൽ, ദൈവസന്നിധിയിൽ പ്രസന്റാ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട്. അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്തൊരു ഹോപ്പാന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ എപ്പോഴും സ്വർഗവുമായിട്ടുള്ള ആ ബന്ധത്തിലാണെന്നുള്ള, കർത്താവിലാണെന്നുള്ള ആ വെളിപ്പാടിൽ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു പുനരുദ്ധാനം ഉണ്ടാകും എന്നുള്ളത് ഭയങ്കര ധൈര്യമായിരിക്കും. നല്ലൊരു ഉയർപ്പുണ്ടാകും എന്നുള്ള ധൈര്യമായിരിക്കും. അവര് നിങ്ങൾ സ്വർഗത്തിൽ പോവോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരങ്ങനെ ഓരോ ദിവസവും ശ്രദ്ധിച്ച യാത്ര ചെയ്യുന്നേ. അവർക്കറിയാം അവരുടെ പ്രത്യാശ എന്താന്ന്. ഈ ഹോപ്പിൽ അവരുടെ ഇങ്ങനെ നമ്മൾ പറയത്തില്ല, ഇങ്ങനെ അതേ കെട്ടി ഒരു പശുവിനെ ഒരു കയറെ കെട്ടിയിട്ട് അതേ കറങ്ങുന്ന പോലെ അതിങ്ങനെ നമ്മൾ വെളിയിൽ കൊണ്ടുപോകുമ്പോ കുറ്റി അടിച്ച് പശുവിനെ കെട്ടത്തില്ലേ? അപ്പൊ കെട്ടുമ്പോഴത്തേക്കും ആ പശു അതിലെല്ലാം പോയി തിന്നും. പക്ഷെ ഈ കുറ്റിയെ കിടന്നാ കറങ്ങുന്നത്. പ്രൈസ് ഗോഡ്. എന്ന് പറയുന്ന പോലെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വേണം നമ്മുടെ ചിന്തകൾ മുഴുവൻ ഏകീഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ ഞങ്ങള് 6 ദിവസവും തോന്നിയ പോലെ ജീവിച്ചിട്ട് 7-ാം ദിവസം മാത്രം ഞങ്ങൾ ഉയർക്കുമെന്ന് പറയുന്നല്ല. 7 ദിവസവും ഞങ്ങൾ കർത്താവിലാണെന്നുള്ള വെളിപ്പാടിൽ 7 ദിവസവും യാത്ര ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. എവരി സെക്കൻഡ് കർത്താവിനോടുള്ള ബന്ധത്തിലാണെന്ന് ബോധ്യത്തിൽ ജീവിക്കണം. ആ ഒരു ചിന്തയിൽ ജീവിക്കണം. ആ ഒരു ഉത്തരവാദിത്തത്തിൽ ജീവിക്കണം. ഓരോ സെക്കൻഡുകളും വിശുദ്ധന്മാരുടെ വിലയേറിയതാണ്. ഓരോ മിനിറ്റുകളും വിലയേറിയതാണ്. ഓരോ ദിവസങ്ങളും വിലയേറിയതാണ്. അത് വെറുതെ കളയാനുള്ളതല്ല. അതെല്ലാം ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ല. ഓരോ ദിവസം പരിശുദ്ധാത്മാവ് ജീവിച്ച് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇതാ വിശുദ്ധന്മാർ. ഇങ്ങനെ വേണം വിശുദ്ധന്മാർ ജീവിക്കാനായിട്ട്. നിങ്ങളുടെ സമയങ്ങൾ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കുക. ഏത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ നിയോഗം പ്രാർത്ഥിച്ചോ, സുവിശേഷം അറിയിക്കാനോ നിയോഗം സുവിശേഷം അറിയിച്ചു. പക്ഷെ എന്റെ പ്രിയരെ, നിങ്ങൾ എവരി സെക്കൻഡ് ഹോളി സ്പിരിറ്റിൽ ജീവിക്കുക. ഹോളി സ്പിരിറ്റിൽ ജീവിക്കുക. ക്രിസ്തുവിന്റെ ലക്ഷ്യമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്താ ക്രിസ്തുവിന്റെ ലക്ഷ്യം? അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. പിതാവിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നവൻ, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചവൻ, വീണ്ടും ഇവിടുത്തെ യാത്ര പൂർത്തീകരിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ പോയി റെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് അവന്റെ സന്തോഷം. ഇത് തന്നെയായിരിക്കണം നമ്മുടെ സന്തോഷവും. ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി ഇവിടെ പൂർത്തീകരിക്കണം. ഇവിടെ പൂർത്തീകരിച്ചിട്ട്
കർത്താവിന്റെ സന്നിധിയിൽ പോയി റെസ്റ്റ് ചെയ്യണം. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കണം. ശുശ്രൂഷേനേക്കാൾ അപ്പുറത്തായിട്ട് കർത്താവ് നമ്മളിൽ തുടങ്ങിയിരിക്കുന്ന നല്ല പ്രവൃത്തിയെ, രക്ഷയുടെ പ്രവൃത്തിയെ, വീണ്ടെടുപ്പിന്റെ കാര്യങ്ങൾ, അത് തുടർമാനമായി നടന്ന് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണം. ഇതിൽ നിന്ന് നമ്മളുടെ സമയങ്ങൾ വേസ്റ്റ് ആക്കാൻ, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ പിശാച് അലറുന്ന സിംഹം പോലെ അവന്റെ തന്ത്രങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും. എന്താ അവൻ കൊണ്ടുവരുന്ന തന്ത്രം? നിരാശ കൊണ്ടുവരാം, വിഷമം കൊണ്ടുവരാം, സങ്കടം കൊണ്ടുവരാം, ഒറ്റപ്പെടൽ എടുത്ത് കാണിക്കാം, ആളുകളുടെ ദൂഷണങ്ങൾ എടുത്ത് കാണിക്കാം, പ്രലോഭനങ്ങൾ കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോടങ്ങ് എതിർത്ത് നിൽക്കണം. അവൻ ഈ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ച ഹൃദയങ്ങൾ തുറന്നു വിളിച്ചു പറയണം, ഞാൻ ഇവിടെ പരാജയപ്പെടത്തില്ല. എനിക്ക് മുമ്പേ ഓട്ടമോടി തികച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ജയാളിയായിരിക്കുന്ന യേശു ഉണ്ട്. അവൻ എനിക്കൊരു ലക്ഷ്യം കാണിച്ചിരിക്കുന്നു. എന്റെ ലോട്ടം അങ്ങോട്ടാണ്. അവൻ പരീക്ഷിക്കപ്പെട്ടു, അവൻ കഷ്ടം അനുഭവിച്ചു, നിന്ന അനുഭവിച്ചു, അവൻ പരാജയപ്പെട്ടില്ല. എബ്രായലേഖനം വിളിച്ചു പറയുന്നു, പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഒന്ന് വായിച്ചെടുത്താട്ടെ. എബ്രായലേഖനം 12 അധ്യായം മുതൽ 12 അധ്യായം 1 വാക്യം മുതൽ വായിച്ച്. ആകയാൽ നാമും സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒന്ന് നിൽക്കണേ ആന്റി, ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു പോകട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം. എന്താ ഈ നമുക്ക് ചുറ്റും നിൽക്കുന്ന സാക്ഷികൾ എന്നറിയാമോ? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ചാ പറഞ്ഞു വന്നേ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാവരും ശ്രദ്ധിച്ചേ, ദൈവം വിളിച്ചിറക്കി എല്ലാവരും വിശ്വാസത്താൽ ഓടിയത് കേട്ടോ. ഹാബേൽ ദൈവത്തിൽ വിശ്വസിച്ചു, അല്ലെ? എനിക്ക് ഭയങ്കര അത്ഭുതകരമായ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാ. കാരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാ ഹാബേൽ. ആദാം ദൈവത്തോട് പാപം ചെയ്തു, 2 മക്കളുണ്ടായി, കയീന് ഹാബേൽ. പാപിയിൽ നിന്നുണ്ടാകുന്ന പാപിയാണല്ലോ, പാപിയായിട്ട് ജനിച്ചു വീണത്. പക്ഷെ ദൈവത്തിൽ ഹാബേൽ വിശ്വസിച്ചത് കൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അവന്റെ വഴിപാടിന് ദൈവം സാക്ഷ്യം കൽപ്പിച്ചു എന്ന് വചനം പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി. എബ്രായർ 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റേതിൽ ഉത്തമമായി യാഗം കഴിച്ചു. അപ്പൊ എന്തുകൊണ്ടായിരുന്നു? ശ്രദ്ധിച്ച്, വിശ്വാസത്താൽ ഹാബേൽ കയീന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പം കയീന് കാലും ഫെയ്ത്ത് ആർക്കുണ്ടായിരുന്നു? ഹാബേൽ ഉണ്ടായിരുന്നു. ഹാബേൽ ദൈവത്തിൽ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. വിശ്വാസം ആണ് ഒന്നാമതായിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ടത്. ഹാബേലിന് ദൈവത്തിൽ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ശ്രദ്ധിച്ച്, വഴിപാട് കൊണ്ടല്ല ദൈവം പ്രസാദിച്ചത്, ഫെയ്ത്ത് കൊണ്ടാണ് ദൈവം പ്രസാദിച്ചത്. അതിനുശേഷം വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി നിങ്ങളൊന്ന് ആ വാക്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച വാക്യം. ഈ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈന്റതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ആ ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പോ യാഗം അർപ്പിക്കാൻ പോകുമ്പോ ഹാബേലിൽ ഫെയ്ത്ത് ആണ് മുന്നിട്ട് നിന്നു. വിശ്വാസത്താൽ അവൻ കൊണ്ടുവന്ന് വഴിപാട് അർപ്പിച്ചു. അവന് നീതിമാൻ എന്ന് സാക്ഷ്യം കിട്ടി പിതാവാൻ ദൈവത്തിങ്കിൽ നിന്ന്. അപ്പനാരാ? അപ്പൻ പാപിയാ, മോനെ ദൈവം നീതിമാനാക്കി. എന്നാ ഒരു നോക്കി, 1-ാം തലമുറയിൽ തന്നെ കാണുന്ന ഒരു അത്ഭുതം കണ്ടോ? അപ്പൻ പാപിയാ, തേജസ് നഷ്ടപ്പെട്ട, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച പാപിയാ. പക്ഷെ ദൈവത്തെ വിശ്വസിച്ചപ്പോൾ അവന്റെ പേര് മാറി. നീതിമാൻ എന്ന അപ്പനൊരു സാക്ഷ്യം കൊടുത്തു. അവന്റെ വഴിപാടിനോട് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പൊ ദൈവം ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താ? ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിലും ദൈവം ചെയ്ത പ്രവൃത്തിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും വചനത്തിലും വിശ്വസിക്കുക, യാത്ര ചെയ്യുക. ഇതാ നമ്മിലും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വിലയേറിയ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറഞ്ഞു, ദൈവത്തിന്റെ അടുക്ക വരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കണം.
അവിശ്വാസത്തെ എല്ലാം ഈ ദിവസങ്ങളിൽ പുറത്താക്കി കളയണം കേട്ടോ. നമ്മുടെ ഉള്ളിലൊക്കെ ഒത്തിരി അവിശ്വാസങ്ങളുണ്ട്. അവിശ്വാസങ്ങളെല്ലാം ശാസിച്ച് പുറത്താക്കണം. പുറത്താക്കിയിട്ട് പറയണം, ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് ദൈവമുണ്ട്, അവൻ എനിക്ക് പ്രതിഫലം തരും ദൈവമാണ്. ഭൂമിയിലും പ്രതിഫലം തരും, സ്വർഗത്തിലും അവൻ പ്രതിഫലം തരും. അവൻ പ്രതിഫലം തരും ദൈവമാണ്. നമ്മുടെ ഉള്ളിലെ അവിശ്വാസങ്ങളെല്ലാം ശാസിക്കണം. വിശ്വാസി ശക്തിപ്പെടണം, വിശ്വാസി ശക്തിപ്പെടണം. അവിശ്വാസത്തിന്റെ വാക്കുകളൊന്നും ഇനി പറയരുത്. പ്രൈസലോ, നിങ്ങൾക്ക് അവനെ കുറിച്ച് ബോധ്യമായിരിക്കുന്ന വചനവും അനുഭവങ്ങളും വിളിച്ചു പറ. നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് വർദ്ധിക്കും. ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നോട്ട് പറ്റുമെങ്കിൽ ഓരോ പ്രഭാതത്തിൽ എഴുന്നേറ്റൊന്ന് എടുത്തെടുത്ത് പറഞ്ഞ് നന്ദി പറയും. നല്ലതാ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ. വിശ്വാസം വർദ്ധിക്കും, ദൈവത്തോട് നന്ദി ഉണ്ടാകും, ദൈവത്തോടുള്ള ഭക്തിയുള്ള ജീവൻ നയിപ്പാൻ ഇത് സാധ്യമാണ്. വിളിച്ച നാൾ മുതൽ, ജനിപ്പിച്ച നാൾ മുതൽ എന്തെല്ലാം ദൈവം ചെയ്തു. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം തുടങ്ങി ദൈവത്തിന്റെ കരുതലുകൾ. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ, വഴി നടത്തിയില്ലേ, തക്ക സമയത്ത് രക്ഷ തന്നില്ലേ, നിത്യജീവൻ തന്നില്ലേ, പുത്രന്റെ ആത്മാവിനെ തന്നില്ലേ, മക്കളാക്കി മാറ്റിയില്ലേ, ദൈവ കുടുംബത്തിനകത്ത് അംഗമാക്കിയില്ലേ, ദൈവം നമ്മളെ പരിപാലിച്ചില്ലേ, ദൈവം നമ്മെ നടത്തിയില്ലേ. എന്തെല്ലാം നന്മകളാണ് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി നൽകി തന്നത്. അതെല്ലാം ഓർത്ത് യേശുവിന്റെ നാമത്തിൽ അവന് നന്ദി പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നന്ദി പറയുവാൻ തക്കവണ്ണം. നിരാശയുള്ള ജീവിതമല്ല, നന്ദിയുള്ള ജീവൻ നയിപ്പാൻ കർത്താവ് എല്ലാവരുടെ മേലും കൃപ പകരുമാറാകട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പൊ ഹാബേൽ വിശ്വാസത്തിൽ തുടങ്ങി. അതിനുശേഷം ഓരോ തലമുറകളെ കാണുക. ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. എല്ലാം വിശ്വാസവീരന്മാരാ. പിന്നെ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, അവിടെ രക്ഷപ്പെട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, രക്ഷപ്പെട്ടു. ഇസഹാക്ക് ദൈവത്തെ വിശ്വസിച്ചു, രക്ഷപ്പെട്ടു. യാക്കോബ് ദൈവത്തെ വിശ്വസിച്ചു, രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. ദാവീദ് രക്ഷപ്പെട്ടു. ദാവീദ് ഒന്ന് മാനുഷികമായിട്ട് നോക്കി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ കരുണയും കൃപയുടെ ആഴം ദാവീദിന്റെ ലൈഫിൽ കാണുന്നത് കേട്ടോ. പാപി എന്ന് വിളിക്കപ്പെട്ടവൻ, ദൈവത്തെ അറിഞ്ഞിട്ട് പാപത്തിൽ ജീവിച്ചവൻ, ദൈവം തെരഞ്ഞെടുത്ത് രാജസിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തിയവൻ, അർഹതയില്ലാതെ അത്രയും വലിയ പദവിയിലേക്ക് നയിച്ചവൻ, ദൈവം അവനെ നയിച്ചു, അവിടെ എത്തിയവൻ. എന്നിട്ടും ദൈവത്തോട് മറുതലിച്ചു. കർത്താവ് കരുണ കാണിച്ചു. എന്നിട്ട് അവൻ സാക്ഷ്യം പറയാ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. ദൈവം പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാ ഒരു വെളിപ്പാടാ പറയുന്ന നോക്കി. ആ ദാവീദിന്റെ വംശപരമ്പരയില ദാവീദ് പുത്രനായ യഹൂദാ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത്. ദൈവം നീതിമാനാണ്. അവൻ തന്നെ വിശ്വസിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ ക്ഷമയുള്ള അപ്പനാണ്. അവൻ ചേർത്ത് പിടിക്കുന്ന അപ്പനാണ്. ഇന്നലകളിലെ കുറവുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്താതെ അതെല്ലാം മറന്നു കളയുന്ന, സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. എന്റെ വിശുദ്ധന്മാരെ, നിങ്ങളും ഇതുപോലെ അനേകരുടെ പാപങ്ങളെ മറയ്ക്കുന്നവരായിരിക്കണം കേട്ടോ. പാപങ്ങളെ എക്സ്പോസ് ചെയ്യുന്നവരല്ല നിങ്ങൾ. കുറവുകൾ വിളിച്ചു പറഞ്ഞ് കുറ്റപ്പെടുത്തി നടക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ചിട്ട് പറയണം, നമുക്കൊരു അപ്പനുണ്ട്, നമുക്ക് യാത്ര ചെയ്യാം, ഇവിടെ കുടുങ്ങിക്കിടക്കരുതേ, നമുക്ക് മുന്നോട്ട് പോകാം. പരസ്പരം നിങ്ങൾ ബലപ്പെടുത്തുന്നവരായിരിക്കണം. കുറവ് കണ്ടുപിടിക്കാൻ നടക്കുന്നതിനപ്പുറത്തായിട്ട് പ്രത്യാശ പറഞ്ഞ് അവന്റെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിച്ച് അവനും ആശ്വാസം പകർന്ന് മുന്നോട്ട് നയിച്ച്, നമുക്കൊരു അപ്പനുണ്ട്, നമുക്കൊരു ഉയർപ്പുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്, അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. അതാ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചും കൊണ്ട് ഭയത്തോടെ ചിലർക്ക് കരുണ കാണിപ്പീൻ, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പീൻ. നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റിലല്ല ഇരിക്കേണ്ട. സഭ ജഡ്ജ്മെന്റ് സീറ്റിലല്ല ഇന്നിരിക്കുന്നത്. സഭ ഇന്നിരിക്കുന്നത് കരുണയുടെയും കൃപയുടെയും സീറ്റിലാണ് ഇന്നിരിക്കേണ്ടത്. ഇന്ന് സഭ കരുണ കൊടുത്തില്ല, വേറെ ആരാ കരുണ കൊടുക്കുന്നത്? സഭ സ്നേഹിച്ചില്ല, പിന്നെ ആരാ സ്നേഹിക്കുന്നത്? സഭ അവന്റെ ശരീരമാണ്. സഭ അവന്റെ പത്രമാണ്, ക്രിസ്തുവിന്റെ പത്രമാണ്. അതുകൊണ്ട് സഭയിലേക്ക് വരുന്നവരെ കുറ്റപ്പെടുത്താനല്ല നാം നിൽക്കേണ്ടത്, അവരെ ചേർത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് ക്ഷമയോടെ നമ്മുടെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിന്റെ സാദൃശ്യവും സ്വരൂപവും ഉരുവാക്കിയെടുത്ത് നമ്മെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി അവനിന്ന് ജീവന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. മരണത്തിന്റെ ശുശ്രൂഷ അല്ല അവനിന്ന് ചെയ്യുന്നത്. അവനിന്ന് ചെയ്യുന്നത് ജീവന്റെ ശുശ്രൂഷയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ന്യായപ്രമാണത്തിലെ അക്ഷരങ്ങൾ മനുഷ്യനെ കൊന്നുകൊണ്ടേയിരുന്നു. കാരണം അവൻ ജഡികനാണ്, പാപമയനാണ്, പാപത്തിന്റെ പരിഹാരം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് അവന് കൽപ്പന ലംഘിക്കുന്നവർ അവന്റെ മേൽ മരണം കുന്നുകൂടുക, ശിക്ഷാവിധി കുന്നുകൂടുകയായിരുന്നു.
എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നമുക്ക് തന്ന വലിയ പാപപരിഹാര യാഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പാപം പരിഹരിച്ച് അവൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും ആത്മാവിനെയും കംപ്ലീറ്റ് ജീവനിലേക്ക് നടത്തുകയാണ്. എല്ലാ ലജ്ജയുള്ള സാധനങ്ങളും നീക്കി ആ വലിയ റെസ്റ്റിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് റെസ്റ്റിന്റെ ഭാഗം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം റെസ്റ്റിന്റെ ഭാഗങ്ങൾ ബാക്കി ഒന്നും കൂടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ഇനി 12 തന്നെ വന്ന് വിശ്വാസികളുടെ പട്ടിക, വിശ്വാസവീരന്മാരുടെ പട്ടിക പറഞ്ഞു വന്നിട്ട് പറയുക, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഉണ്ടോ? സാക്ഷികൾ, വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചവർ. എന്താ? ദൈവത്തെ വിശ്വസിച്ചു, പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു, ദൈവരാജ്യം പ്രാപിപ്പാൻ യോഗ്യരാണെന്ന് സാക്ഷ്യം ലഭിച്ചവർ നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപം, മുറുകെ പറ്റുന്ന അവിശ്വാസം എന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങൾ ക്ഷീണിച്ചു മടുത്തുപോയ ഭാരപ്പെടരുതേ. നിങ്ങൾക്ക് മുമ്പേ കർത്താവിൽ വിശ്വസിച്ച് അവിടെ എത്തിയൊരു കൂട്ടമുണ്ട്. കുറവില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എല്ലാവർക്കും കുറവുള്ളവരായിരുന്നു. എല്ലാവരും കുറവുള്ളവരായിരുന്നു. രക്ഷപ്പെട്ടത് അവന്റെ മുഖത്ത് നോക്കിയതുകൊണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ക്ഷീണിച്ചു പുറകോട്ട് പോകല്ലേ, അവിശ്വാസത്തിലോട്ട് പോകല്ലേ, പിന്മാറ്റത്തിലോട്ട് പോകല്ലേ, വീണ്ടും ഓടിച്ചല്ല്. നമ്മളെ സഹായിപ്പാൻ ശക്തനായവൻ ജീവിച്ചിരിക്കുന്നു. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ബലപ്പെടുത്തും, അവൻ നമ്മെ മുന്നോട്ട് നയിക്കും, അവൻ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഭാരപ്പെടരുതേ. രണ്ടാമത്തെ വാക്യം പറയാ, വിശ്വാസത്തിന്റെ ഈ വിശ്വാസ യാത്ര നമ്മൾ തുടങ്ങിയതും നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. എവരി സെക്കൻഡ് ആ യേശു കർത്താവിനെ ശ്രദ്ധിക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. തന്റെ മുമ്പിൽ വെച്ച് സന്തോഷം ഓർത്ത്. യേശു കർത്താവിന്റെ സന്തോഷം എന്തായിരുന്നു? നമ്മളെ രക്ഷിക്കുന്ന സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ താൻ പുറപ്പെട്ടു വന്ന, എവിടുന്നാണ് പുറപ്പെട്ടു വന്നത്, അങ്ങോട്ട് തന്നെ തിരികെ പോയി തന്റെ പിതാവിനോടുള്ള തേജസ്സിന്റെ മഹത്വത്തിന്റെ ഫെലോഷിപ്പിനകത്ത് ഒന്നായി ചേർന്നിരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ, സന്തോഷത്തിൽ അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. തന്റെ മുമ്പിൽ വരുന്ന അപമാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. എന്നിട്ട് ക്രൂശിനെ സഹിച്ചു. ഭയങ്കര നിന്നയല്ലേ? നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് യേശു പൂർണ്ണ നഗ്നനായിട്ട് 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം അമ്മയുടെയും ചാർച്ചക്കാരുടെയും താൻ പഠിപ്പിച്ച ശിഷ്യന്മാരുടെയും ഒക്കെ മുമ്പാകെ, പടയാളികളുടെ മുമ്പാകെ വിവസ്ത്രനായി ക്രൂശിക്കപ്പെടുന്ന ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുപോലെ ആണി അടിക്കപ്പെട്ട് തറയ്ക്കപ്പെട്ട് ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി ഒരുവൻ തൂക്കപ്പെടുന്നത് നിസ്സാര കാര്യമാണോ? മരണത്തെക്കാൾ, ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ കഠിനമാണ് ജനത്താൽ തിരസ്കരിക്കപ്പെടുന്നത്. അവൻ തിരസ്കരണം അനുഭവിച്ചു, അവൻ നിന്ന അനുഭവിച്ചു, അവൻ വേദന അനുഭവിച്ചു. നമ്മൾ പറയരുതേ നമ്മുടെ വിഷയമായി വലുതെന്ന്. അതിലൊക്കെ വലുതായ വിഷയം അവനെല്ലാം അനുഭവിച്ചു. പക്ഷെ അവൻ പിതാവിനോടുള്ള ഏകാഗ്രത കൈവിട്ടില്ല. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവസാന നിമിഷത്തിൽ വരെ ഒന്നോർത്ത് എത്ര ശ്രദ്ധയോടെ യേശു ക്രൂശിൽ കിടന്നെന്നറിയാമോ നിങ്ങൾക്ക്? അലസനായിട്ടല്ല, മടിയനായിട്ടല്ല. തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവന്റെ ഓർമ്മയിൽ അതുണ്ടായിരുന്നു, എനിക്ക് ദാഹിക്കുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തിരുവെഴുത്ത് നിവൃത്തിയാകണം. അത്ര ശ്രദ്ധയോടെ യേശു യാത്ര ചെയ്തത്. ഇപ്പൊ ക്രൂശീകരണം ചുമ്മാ ഒരു പ്രവൃത്തിയല്ലായിരുന്നു. സ്വയമായിട്ട് അവൻ ഏറ്റെടുത്തു. പിതാവിൽ നിന്ന് ആ പാനപാത്രം അവൻ ഏറ്റെടുത്തു. അവൻ അതിൽ ജീവിച്ചു. അവൻ അതിനുവേണ്ടി കൊടുത്തു. അത് പൂർത്തീകരിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും അവൻ ദൈവം കൊടുത്ത ഹോണറാണ് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അലസനായിട്ടല്ല അവൻ കയറിപ്പോയത്, അനുസരണം പഠിച്ച് തികഞ്ഞവനായിട്ട് അവിടെ പോയിരിക്കുന്നത്. അവനെ ഹോണർ ചെയ്ത് എന്തിനറിയാം? നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്തേക്കും മഹാപുരോഹിതനെന്ന് പിതാവ് ആണയിട്ട് അവനെ മഹാപുരോഹിതനാക്കി അവനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് അവൻ പ്രൊക്ലെയിം ചെയ്തു, എല്ലാം നാവ് യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ്വ മുഴങ്കാലുകൾ ഇവന്റെ മുമ്പിൽ മടങ്ങും, എന്റെ പുത്രന്റെ മുമ്പിൽ മടങ്ങും. ഷലോം 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 ഷലോം.
കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, ഇപ്പോൾ പിതാവ് ആരെ ന്യായവിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടി അറിയാമോ? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന്. ഇത്രയും നിന്ന് സഹിച്ചവൻ, വേദന സഹിച്ചവൻ, കഷ്ടപ്പാട് സഹിച്ചവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് സന്തോഷിക്കുകയാണ്. ഇതാണ് നമുക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യവും. ഈ ഭൂമിയിൽ ക്ഷമയോടെ പിടിച്ചു നിൽക്കണം, സഹിഷ്ണുതയോടെ പിടിച്ചു നിൽക്കണം. കർത്താവ് നമ്മളെ അവിടെ എത്തിക്കും. അതുകൊണ്ട് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ച് യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് റെസ്റ്റ് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓടണം. എന്താണ് റെസ്റ്റ്? നമ്മുടെ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലുമുള്ള സകല മലിനതകളും നീക്കി സമ്പൂർണമായി ശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചിരുന്നു. അതാണ് റെസ്റ്റ്, അതാണ് വിശ്രമം. വിശ്രമം. ഈ വിശ്രമത്തിലേക്ക് നയിക്കാനായി ഇന്ന് നമുക്ക് വചനം തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് നയിക്കാനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാ സഭാകൂടിവരവ് തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാ ഇടയന്മാരെ നൽകിയിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാ പ്രവാചകന്മാരെ തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാ അപ്പോസ്തലന്മാരെ തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാണ് ടീച്ചേഴ്സിനെ തന്നിരിക്കുന്നത്. ഈ വിശ്രമത്തിലേക്ക് എത്തിക്കാനാ സുവിശേഷകരെ തന്നിരിക്കുന്നത്. ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നോക്കി. ഇതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ. വചനത്തെ നന്നായിട്ട് ഉപയോഗിച്ചാൽ വേഗത്തിൽ റെസ്റ്റ് ഉണ്ടാവും. പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചാൽ വേഗത്തിൽ റെസ്റ്റ് ഉണ്ടാവും. ശരീരത്തിലും മനസ്സിലും ഒക്കെ അടിഞ്ഞുകൂടിയ സകല മലിനതകളും വികാരങ്ങളിലൊക്കെ അലിഞ്ഞുകൂടിയ സകല മലിനതകളും നീക്കി യേശു ഇന്ന് ഇരിക്കുന്നത് പോലെയുള്ള റെസ്റ്റിലേക്ക് അവൻ ഇവിടെ വെച്ച് നമ്മളെ നയിക്കും. എന്നിട്ട് തന്റെ മഹത്വത്തിലേക്ക് നമ്മെ ചേർത്തുകൊള്ളും. വിശുദ്ധന്മാരെ, ഈ വലിയ വിശ്വാസത്തിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.